ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടേബിളുകൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ടേബിൾ നമുക്ക് പല വിധത്തിൽ വേഡിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ പല വിധത്തിൽ എങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് പഠിക്കാം. അതിനായിട്ട് ആദ്യം വേഡ് ഓപ്പൺ ചെയ്ത് വെക്കാം. സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ടിലേക്ക് പോവാം. ഇൻസേർട്ട് ഐക്കൺ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ടേബിള് കാണാം. അവിടെ നിന്ന് നമുക്ക് റോയും കോളവും കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റോയും കോളവും ഇപ്പം ഞാനൊരു 5x4 ടേബിള് കൊടുത്തു. ഇങ്ങനെ നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടേബിള് ഇൻസേർട്ടിൽ പോയിട്ട് ടേബിൾ ഐക്കണിൽ ഡൗൺ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ഇൻസേർട്ട് ടേബിൾ എടുക്കാം. അവിടെ നമ്പർ ഓഫ് കോളംസ് കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് നമ്പർ ഓഫ് കോളംസ് കൊടുക്കാം. നമ്പർ ഓഫ് റോസ് കൊടുക്കുന്നുണ്ട്. നമ്പർ ഓഫ് റോസ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ഇപ്പം ഞാൻ 4 കോളവും 5 റോയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഫിറ്റ് ബിഹേവിയർ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് കോളം എടുത്ത് ഓട്ടോ ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ല സെന്റിമീറ്റർ പറഞ്ഞു കൊടുക്കണമെങ്കിൽ സെന്റിമീറ്റർ പറഞ്ഞു കൊടുക്കാം. 0.7 സെന്റിമീറ്റർ ആണ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുത്തു. അത് നമുക്ക് കൂട്ടി ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഈ കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ കൂടുതൽ വന്നോളും. കോളം എടുത്ത് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി ഇൻസേർട്ടിൽ തന്നെ ടേബിളിൽ പോയിട്ട് നമുക്ക് ഇൻസേർട്ട് ടേബിൾ എടുത്തു. നമ്പർ ഓഫ് കോളംസ് 5 കൊടുത്തു. ടേബിളിൽ ഡൗൺ ലിസ്റ്റ് എടുത്തു. അതിൽ ഇൻസേർട്ട് ടേബിൾ എടുത്തു. ഞാനൊരു 5x8 ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കോളം 5 കൊടുത്തു. നമ്പർ ഓഫ് റോസ് ഇവിടെ ഫിക്സഡ് കോളം എടുത്തു എന്നുള്ളത് ഓട്ടോ മാറ്റിയിട്ട് ഞാനൊരു 3 സെന്റിമീറ്റർ കൊടുത്തു. 3 സെന്റിമീറ്റർ ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് 3 സെന്റിമീറ്റർ ഉള്ള ഒരു ടേബിള് ക്രിയേറ്റ് ആയി. ഈ ടേബിളിനോട് ചേർത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചേർത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻസേർട്ടില് ടേബിളിൽ തന്നെ പോയിട്ട് ഡ്രോ ടേബിൾ എടുക്കാം. ഡ്രോ ടേബിൾ എടുക്കുമ്പോൾ പെൻസിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഡ്രാഗ് ചെയ്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഒരു ടേബിൾ നമ്മുടെ ആവശ്യത്തിനുള്ള റോയും കോളവും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഡ്രോ ടേബിൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പെൻസിൽ ഓഫായി കിട്ടും. അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എക്സൽ സ്പ്രെഡ്ഷീറ്റ് വഴി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് എക്സൽ സ്പ്രെഡ്ഷീറ്റ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ കൊടുക്കാം. എക്സലിന്റെ ടൂൾ ബാർ അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. എല്ലാം ചെയ്തതിന് ശേഷം പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സൽ ഷീറ്റിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എക്സൽ ഷീറ്റ് അവിടെ വന്നു. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ കയറിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും അത് എക്സൽ ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്യാം. പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിള് നമ്മൾ എക്സൽ ഷീറ്റിൽ
ടൈപ്പ് ചെയ്തിട്ടുള്ള ടേബിൾ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കാൽക്കുലേഷൻസ് ഒക്കെ എക്സൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്തതിനു ശേഷം പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ടേബിൾസ്. ഇവിടെ കുറെ ടേബിൾസിന്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ഫോർമാറ്റാണ് വേണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആ ടേബിള് അവിടെ ഇൻസേർട്ടായി വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഫോർമാറ്റ് ഏതാന്ന് വെച്ചാൽ അതെടുക്കാം. ഇവിടെ ഡാറ്റ മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് ഡാറ്റ മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇൻസേർട്ടിൽ പോയിട്ട് ടേബിളില് ക്വിക്ക് ടേബിൾസ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പല മോഡൽ ടേബിൾസ് കാണും. അപ്പോൾ നമുക്ക് അതിലേതാണോ അതെടുത്തു. ഏതാ ഒരു എൻറോൾമെന്റ് ഇൻ ലോക്കൽ കോളേജ് 2005 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിളിന്റെ ഫോർമാറ്റാണ് എടുത്തത്. അപ്പോൾ ഇവിടെ കോളേജ് നെയിം, ന്യൂ സ്റ്റുഡൻസ് എത്രയുണ്ട്, ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസ് എത്രയാണ്, ചേഞ്ചസ് എത്രയുണ്ട്, ടോട്ടൽ എത്രയുണ്ടെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരും. ഈ രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഡാറ്റ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി മാറ്റണമെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി മാറ്റിയിടാം. ടൈപ്പ് ചെയ്ത് നമ്മൾ മാറ്റിയാൽ മതി. അതൊരു ടെംപ്ലേറ്റ് ഫോമിൽ വരും. നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡാറ്റ മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസേർട്ടിൽ പോയിട്ട് ആ ക്വിക്ക് ടേബിൾസിൽ ഇവിടെ നിന്ന് നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ടാബുലർ ലിസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഐറ്റം നീഡഡ് നമുക്കതിലേക്ക് ഡാറ്റ മാറ്റിയിട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പല മെത്തേഡിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇൻസേർട്ടിൽ ടേബിളിൽ എടുത്തിട്ട് നമ്മൾ റോയും കോളവും സെലക്ട് ചെയ്തുകൊണ്ട് ടേബിൾ ഉണ്ടാക്കാം. ഇൻസേർട്ടിൽ ടേബിളിൽ തന്നെ ഇൻസേർട്ട് ടേബിൾ എടുത്തിട്ട് റോയും കോളവും എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ടേബിൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡ്രോ ടേബിൾ എടുത്തിട്ട് വരച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കോളംസും റോസും വരച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. എക്സൽ സ്പ്രെഡ്ഷീറ്റ് എടുത്തിട്ട് എക്സലിലേക്ക് ഡാറ്റ നമുക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം പുറത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ഷീറ്റ് നമ്മുടെ വേർഡിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ടാവും. അതുപോലെ ക്വിക്ക് ടേബിൾ ആണെങ്കിൽ ക്വിക്ക് ടേബിളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്തിട്ട് ബിൽറ്റ് ഇൻ ടേബിൾ അവിടെ ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അതിനുശേഷം ഡാറ്റ മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ടേബിള് വേർഡിൽ ഉണ്ടാക്കാനായിട്ട് കഴിയും. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.